എന്താണ് ഇവന്റെ കുറ്റം? എന്റെ മൂത്ത മകൻ ഫ്രാൻസിസ് വിശുദ്ധ ദമിയാനോസിന്റെ പള്ളി പുതുക്കി പണിയാൻ ഞാൻ അറിയാതെ എന്റെ വസ്ത്രശാലയിൽ നിന്ന് അവൻ പണം എടുത്തു. അപ്പൻ അറിയാതെ ഏറ്റക്കുറെ ചരക്ക് വിറ്റു. ആ പണം വികാരി അച്ഛനെ ഏൽപ്പിച്ചു. ഫ്രാൻസിസ് അപ്പന്റെ പണം വികാരി അച്ഛനെ ഏൽപ്പിച്ചു. എന്തിനങ്ങനെ ചെയ്യും? ഞാൻ വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ക്രൂശിത രൂപത്തിൽ ഒരു പ്രകാശം വലയം ചെയ്യുന്നത് ഞാൻ കണ്ടു. അതാ യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. അവിടെ നിന്നോട് പള്ളി പുതുക്കിപ്പണിയാൻ ആവശ്യപ്പെട്ടു. ഞാൻ അമ്മയോട് ചോദിച്ച് പണം വാങ്ങി വികാരി അച്ഛനെ ഏൽപ്പിച്ചു. പണം എന്റെ കയ്യിലുണ്ട്. 14 വയസ്സ് മുതൽ ഫ്രാൻസിസ് അപ്പന്റെ തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ്. 10 വർഷത്തെ തുകയായി പോലും ഈ കളി കണക്കാക്കേണ്ടതല്ല. തർക്ക വിഷയമായ സ്വത്ത് പള്ളിക്ക് വേണം, അത് തിരികെ നൽകും. ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്റെ സ്വത്തിന് ഇവനൊരവകാശം ഉണ്ടാകാൻ പാടില്ല പിതാവേ. നീ സന്നിധിക്കാൻ ആഗ്രഹിക്കുന്നു സ്വത്തിന്മേലുള്ള അവകാശം ഉപേക്ഷിക്കും. അതെ, ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് പോലും എന്റേതാണ്. ദുഷ്ടതയിൽ തടക്കം വന്നവനെ പീറ്റർ ബർണാർഡ്, ഓർമ്മയില്ലേ? നിന്റെ ഭാര്യ പീക്ക അവനെ ഒരു കാലിത്തൊഴുത്തിലാണ് പ്രസവിച്ചത്. നിനക്ക് സമ്പത്തില്ലായിരുന്നു, ദൈവം അങ്ങനെ ഇച്ഛിച്ചു. സ്വന്തം പുത്രനെ പോലെ അവനും കാലിത്തൊഴുത്തി. ആ തൊഴുത്തൊഴിക്ക് ഒരു കപ്പേളയായി മാറുമെന്ന് ഞാൻ ദർശനത്തിൽ കാണും. അവന്റെ പ്രസരിപ്പും ഊർജസ്വലതയും സംഗീതവും കവിതയും ധൈര്യവുമുള്ള മറ്റൊരു യുവാവ് ഈ അസീസിയിലുണ്ടോ? ആൻസൺ, നീ നിന്റെ ജ്യേഷ്ഠന്റെ സ്വത്തുക്കൾ മോഹിക്കുന്നു. നോക്കു മകൻ, നിന്റെ തലമുറകൾ ഈ അസീസി ദരിദ്രരായി ഭിക്ഷയെടുക്കുമെന്നും ഞാൻ ദർശനത്തിൽ കാണുന്നു. എനിക്ക് അങ്ങയുടെ ഒരു സ്വത്തും വേണ്ട, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. എന്റെ പിതാവിനെ നിരവകാശിയാക്കിയെങ്കിലും സർവശക്തനായ ദൈവത്തെ ലഭിച്ചാൽ മാത്രം മതി. ഇന്നുവരെ പീറ്റർ ബെർണാഡിനെ ഞാൻ എന്റെ പിതാവെ എന്ന് വിളിച്ചു. എന്നാൽ ഇനി മുതൽ സർവശക്തനായ ദൈവമാണ് എന്റെ പിതാവ്.